VM സുധീരൻ പഞ്ചറായ വണ്ടി എന്ന് വെള്ളാപ്പള്ളി നടേശൻ. 30 വർഷമായി തന്നെ വേട്ടയാടുകയാണ് VM സുധീരൻ എന്നും ധീരനല്ല വെറും സുധീരനാണ് എന്നാണ് VM സുധീരനെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. പക്ഷെ അത് പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇതിനകത്ത്. VM സുധീരനും ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്. KPCCയുടെ പ്രസിഡൻ്റായിരുന്നു. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. അതിലൊക്കെ ഉപരിയായി ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ആദർശാത്മകമായി കാര്യങ്ങൾ തുറന്ന അഭിപ്രായം പറയുന്ന, അത് ഭരണകക്ഷിയോടായാലും ആരോടായാലും കൃത്യമായി നിലപാട് പറയുന്ന ഒരു വ്യക്തിയാണ് VM സുധീരൻ. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പൊതുമനസാക്ഷിയുടെ മുന്നിൽ VM സുധീരൻ ഒരു പേരുണ്ട്, ഒരു VM സുധീരൻ ടച്ചുണ്ട്. ഇപ്പോൾ തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് കുറച്ചതുമായി ബന്ധപ്പെടുത്തിയും കരിമണൽ ഖനലുമായി ബന്ധപ്പെടുത്തിയും അത് രണ്ടും നല്ല തീരുമാനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നു. ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനാകാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇനിയില്ല അങ്ങോട്ടേക്ക് എന്നുള്ള രീതിയിൽ സംസാരിച്ചിരിക്കുന്നു. ഇനി ആകുമില്ല നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്കില്ല എന്ന് പറഞ്ഞു. 25 വർഷം പാർലമെൻ്ററി ജീവിതം പൂർത്തിയാക്കിയതിന് ശേഷം സോണിയാഗാന്ധി തന്നെ നേരിട്ട് പല വിളിച്ചു പറഞ്ഞിട്ടും മത്സരിക്കാതെ മാറി നിന്നു. അങ്ങനെ എന്ത് രീതിയിൽ നോക്കിയാലും കേരളത്തിൻ്റെ പത്തരമാറ്റ് തന്നെയാണ് VM സുധീരൻ. രാഷ്ട്രീയത്തിലെ പത്തരമാറ്റ് തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. RCCയുടെ കൃഷ്ണൻ നായർ അവർകൾ VM സുധീരനെ കാണാൻ അപ്പോയിൻമെൻറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങളിവിടെ വന്ന് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കണ്ട ഒരു ആരോഗ്യമന്ത്രിയാണ് അദ്ദേഹം. വളരെ കൃത്യമായിട്ടുള്ള വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും വളരെ കൃത്യമായി നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ്. വേണമെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാമായിരുന്നു, പാർലമെൻ്റ് രംഗത്ത് ഫൈറ്റ് ചെയ്യാമായിരുന്നു, MLA ആകാമായിരുന്നു, വീണ്ടും MP ആകാമായിരുന്നു, നിരവധി തവണ മന്ത്രിയാകാമായിരുന്നു. KPCC പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു, ഉമ്മൻചാണ്ടിക്കും കത്തുകൾ കൊടുക്കുമായിരുന്നു, പരസ്യമായി നിലപാടുകൾ പറയുമായിരുന്നു. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം വെച്ചുകൊണ്ട് അതിൻ്റെ പാരമ്യത്തിലേക്ക് VM സുധീരൻ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ VM സുധീരൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്റ്റൽ ക്ലിയർ രാഷ്ട്രീയക്കാരനാണ്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ പരാതി 30 വർഷമായി വെള്ളാപ്പള്ളിയെ വേട്ടയാടുകയാണെന്നും ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹത്തെ രാഷ്ട്രീയമായി കെട്ടുകെട്ടിച്ചതിലുള്ള വിരോധമാണ് ഈ നടപടികൾക്ക് പിന്നിലെന്നും വെള്ളാപ്പള്ളി പറയുന്നു. സുധീരൻ കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിയാണ്, വീലെല്ലാം പഞ്ചറായി, ഓടിക്കാനും കഴിയാതെ തുരുമ്പ് പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളി ഈ സുധീരനെ പരിഹസിച്ചത് അങ്ങനെയാണ്. സുധീരൻ KPCC അധ്യക്ഷനായിരുന്ന കാലത്ത് താൻ വർഗീയ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് പരാതി നൽകിയതാണ്. നടപടി 10 വർഷം അതിനുശേഷം VM സുധീരന് ഭരണത്തിൽ നിന്ന് VM സുധീരനല്ല, കോൺഗ്രസിന് തന്നെ ഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരാൻ ഇടയാക്കിയതെന്നും താൻ നടത്തിയ പ്രസംഗത്തിൽ വർഗീയതയല്ലെന്നും താൻ പറഞ്ഞത് സത്യമാണെന്നും ഹൈക്കോടതി പിന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു. കോൺഗ്രസിനെ വിജയിച്ചത് താനാണെന്ന ഭാവത്തിൽ പ്രതിപക്ഷ VD സതീശൻ്റെ പുറകെ നടക്കുകയാണ് സുധീരൻ. മഹേഷൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പരാതികൾ മെനഞ്ഞുണ്ടാക്കുന്ന സുധീരൻ്റെ പണിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായ മഹേഷൻ്റെ അനന്തരവനെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങി മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്ക് നൽകിയത് സുധീരൻ്റെ പണിയാണെന്നും ചുണയുണ്ടെങ്കിൽ കുറ്റം തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു. താൻ മോഷണം നടത്തിയെന്ന് തെളിയിക്കാൻ ആർക്കും കഴിയില്ല. കുറ്റം ചെയ്തിട്ടുള്ള ബോധ്യമുള്ളതിനാലാണ് ആരുടെയും മുന്നിൽ തല കുനിക്കാതെ ധൈര്യമായി നിൽക്കുന്നത്. KK മഹേഷിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം പച്ചക്കള്ളമാണെന്നും പോലീസ് അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ സത്യം പുറത്തു വരുമെന്നുമൊക്കെ വെള്ളാപ്പള്ളി നടേശൻ അധിക്ഷേപ രൂപത്തിൽ പറയുന്നുണ്ട്. ഇന്നലെയും വെള്ളാപ്പള്ളി നടേശൻ VM സുധീരൻ അധിക്ഷേപിച്ചു. അപ്പോൾ VM സുധീരൻ പറഞ്ഞു, ശ്രീനാരായണീയ ആശയങ്ങളെ ആദർശങ്ങളെ ബലി കൊടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അതിനെ തുരങ്കം വയ്ക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള അവിടെയും ഒരു മാന്യമായ ഒരു പ്രയോഗം മാത്രമാണ് VM സുധീരൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും ഏത് പൊസിഷനും എടുക്കാൻ കഴിയുന്ന വലിയൊരു നേതാവാണ്. പക്ഷേ അത്തരം പൊസിഷനുകളൊന്നും അദ്ദേഹം എടുക്കുന്ന ആളല്ല, അത് അദ്ദേഹം ഉപയോഗിക്കുന്ന ആളുമല്ല. വളരെ കൃത്യമായി വലിയ ആദർശാധിഷ്ഠിതമായ നിലപാടുകളുടെ രാജകുമാരൻ തന്നെയാണ്. നമ്മൾ ഒരു വശത്ത് അധികാരം കൈയാളുകയും മറുവശത്ത് ആദർശം പറയുകയും ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. ഉപേക്ഷിക്കലാണ് ആദർശം, വേണ്ട എന്ന് പറയലാണ്. അതും കിട്ടുമെന്ന് ഉറപ്പുള്ളപ്പോൾ, വിചാരിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളപ്പോൾ
താൻ വിചാരിച്ചാൽ എല്ലാം കൈക്കലാക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളപ്പോൾ വേണ്ട എന്ന് പറയുന്നതാണ് സിദ്ധാർത്ഥ രാജകുമാരൻ ചെയ്തതുപോലെ, ബുദ്ധനായതുപോലെ, അതുപോലെ ഓരോ മഹാന്മാർ ഒക്കെ തങ്ങൾക്ക് അനുകൂലമായത് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾ തളികയിൽ വെച്ച് തരുമ്പോൾ വേണ്ട എന്ന് പറയുന്നവരാണ് ഈ അധികാര രാഷ്ട്രീയത്തിൽ വേറിട്ട് നിൽക്കുന്നത്. ഞാൻ അദ്ദേഹവുമായി ഒന്നോ രണ്ടോ വേദികളിൽ പങ്കിട്ടിട്ടുള്ളതല്ലാതെ ഇതുവരെ സംസാരിച്ചിട്ട് പോലുമില്ല ഈ VM സുധീരൻ അവர்களுമായി. എന്നാലും ഞാൻ അകലെ നിന്ന് എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ അല്ലെങ്കിൽ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നൊരു വിഷയമാണ്. അദ്ദേഹം വളരെ വളരെ മാന്യനായിട്ടുള്ള, എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന, അത് മദ്യനിരോധനത്തിൻ്റെ കാര്യമായാലും ലഹരിയുടെ കാര്യമായാലും കരിമണലിൻ്റെ വിഷയമായാലും ഗുരുദേവൻ്റെ വിഷയമായാലും ഖദറിൻ ഏത് വിഷയമെടുത്താലും അതിൽ തനിക്ക് പറയാനുള്ളത് കൃത്യമായി സമൂഹമായി സംവേദനം നടത്തുകയും അതിലൊരു ആശയക്ലിപ്തതയില്ലാത്ത അല്ലെങ്കിൽ ആശയത്തിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് വന്ന് പിന്നെ തിരുത്തി മാറ്റിപ്പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് നിൽക്കാത്ത വളരെ കൃത്യമായിട്ടുള്ള ഒരു നേതാവാണ് VM സുധീരൻ. ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ്സിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ AK ആൻ്റണിയൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും തലമുതിർന്ന നേതാവാണ് VM സുധീരൻ. അതുകൊണ്ട് ഈ വാഗ്വാദവും തർക്കവും ഒഴിവാക്കപ്പെടേണ്ടതാണ്. രണ്ടു കൂട്ടരും ഒരു സമുദായത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്.